നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ മാത്സിന്റെ പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾസ് ഓഫ് മൾട്ടിപ്പിൾസ് ഗുണിതങ്ങളുടെ ഗുണിതം എന്ന പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ചുവടെയുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി പിരിച്ചെഴുതുക. അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു സംഖ്യയെയും നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും. ഏതൊരു ഭാജ്യസംഖ്യയും ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ കിട്ടിയ നമ്പർ എത്രയാ? നമ്പർ 64. അപ്പോൾ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. മക്കളെ, നിങ്ങളൊരു കാര്യം പഠിച്ചോളാം. അതായത് 0, 2, 4, 6, 8 0, 2, 4, 6, 8 ഈ നമ്പറുകൾ അവസാനിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? ഇവിടെ 4ലാണ് അവസാനിച്ചത്. ഇതുപോലെ 0, 2, 4, 6, 8 എന്നീ നമ്പറുകളിൽ അവസാനിക്കുകയാണെങ്കിൽ അതെന്താടാ? അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയിരിക്കും. നമുക്കറിയാം ആദ്യത്തെ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 അല്ലേ? പിന്നീട് പ്രൈം നമ്പർ 3, പിന്നീട് 5, പിന്നീട് 7, 11, 13 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യത്തെ നമ്പറായ പ്രൈം നമ്പറായ 2 കൊണ്ട് 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സംഖ്യയെ 2 കൊണ്ട് നമുക്ക് വേർപെടുത്തി എഴുതാനാവോ എന്നാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ 64 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്പർ എന്താ? നമ്പർ ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈവൻ നമ്പർ ആണ് നമുക്ക് എന്ത് ചെയ്യാം? അയാൾ നമുക്ക് 2 into ഏതോ ഒരു നമ്പർ എന്ന രീതിയിലേക്ക് എഴുതാം. 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 64 കിട്ടുക? 2നെ 32 കൊണ്ട് ഗുണിച്ചാലാണ് 64 കിട്ടുക. അതിൽ ഡൗട്ട് ഉണ്ട്, എന്ത് ചെയ്താൽ മതി? ഡൗട്ട് ഉണ്ടെങ്കിൽ 64നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ 2നെ 32 കൊണ്ട് ഗുണിച്ചാൽ 64 കിട്ടുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ ഈ 2 എന്ന് പറയുന്ന നമ്പർ എന്താടാ? അത് ഒരു പ്രൈം നമ്പർ ആണ്. 2 ഒരു പ്രൈം നമ്പർ ആണ്. പക്ഷെ 32 എന്തല്ല? 32 ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 32നെ നമ്മൾ വീണ്ടും മാറ്റണം. 2 അതുപോലെ തന്നെ വെക്കുന്നു. 32 നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം. 32 ചേഞ്ച് ചെയ്യുമ്പോൾ 32ൽ അവസാനിക്കുന്ന 2ലാണ്. അപ്പോൾ അതും എന്താടാ? അതും ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പർ ആണ്. നിങ്ങൾ നോക്കിയേ, 2ലല്ലേ അവസാനിക്കുന്നത്? ഇതും 2ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈവൻ നമ്പർ ആണ്. അപ്പോൾ 32 നമുക്ക് എന്ത് ചെയ്യാം? 2 into ഏതോ ഒരു നമ്പർ എന്ന രീതി എഴുതാം. 32നെ എന്ത് ചെയ്യുന്നു? വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് 16 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ 16 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ 2 into 16. ഇപ്പൊ കിട്ടിയ 2 പേര് 2 എന്താണ്? പ്രൈം നമ്പർ ആണ്. 16 പ്രൈം ആണോ? അല്ല. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ചെയ്യണം. 2 into 16 നോക്കുമ്പോൾ 6ലാണ് അവസാനിക്കുന്നത്. അതെന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പറിന്റെ മൾട്ടിപ്പിളായി 16നെ എഴുതാം. 2 into 8 ആണ് 16. അപ്പോൾ വീണ്ടും എഴുതുന്നു 2 into 8 ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ 2 into 4 എന്ന രീതിയിൽ എഴുതുന്നു. ഇപ്പൊ കിട്ടിയ 4 പ്രൈം നമ്പർ ആണോ? അല്ല. പ്രൈം നമ്പർ ഏതൊക്കെയാ? 2, 3, 5, 7 ഇതൊക്കെയാണ്. അപ്പൊ കിട്ടിയതിൽ നമുക്ക് 2 കിട്ടിയതൊന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? ചേഞ്ച് ചെയ്യണ്ട. ബാക്കിയുള്ള നമ്പർ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റണം. 2 into 4ന് പകരം 2 into 2 എന്ന രീതിയിലേക്ക് എഴുതാം. അതായത് 64 നമ്മൾ എങ്ങനെ എഴുതി? 2 into 2 എന്ന രീതിയിൽ എഴുതി. ഇവിടെ നമ്മൾ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 64 എഴുതുന്നത്. 2 മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അതായത് ഒരു പ്രൈം നമ്പർ മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അങ്ങനെ പ്രൈം നമ്പറിന്റെ അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായി നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു സംഖ്യ എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 64നെ എഴുതിയിട്ടുണ്ട്. മക്കളെ, 64 നമ്മൾ എഴുതി. ഇനി അടുത്ത നമ്പർ 27 ആണ്. 27 നോക്കിയാൽ നിങ്ങൾ 27, 0, 2, 4, 6, 8 ഈ സംഖ്യകളിൽ 27ലെ 7 അവസാനിക്കുന്ന സംഖ്യ 7 വരുന്നുണ്ടോ? ഇല്ല. ഇത്രയും, അതായത് 0ൽ അവസാനിച്ചാൽ, 2ൽ അവസാനിച്ചാൽ, 4ൽ അവസാനിച്ചാൽ, 6ൽ അവസാനിച്ചാൽ, 8ൽ അവസാനിച്ചാൽ, ഇങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. ഇങ്ങനെ അവസാനിക്കുന്ന നമ്പേഴ്സ് ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. പക്ഷെ അവസാനിക്കുന്നത് 7ലാണ്. 7ൽ അവസാനിക്കുന്നതുകൊണ്ട് അതെന്തല്ല? ഈവൻ നമ്പർ അല്ല. അപ്പോൾ 27 ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ പ്രൈം നമ്പറായ 2ൽ ഉണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്ത്? ഈവൻ നമ്പർ ആണോ എന്ന രീതിയിൽ ചെക്ക് ചെയ്ത്. അടുത്ത പ്രൈം നമ്പർ 3 ആണ്. അപ്പോൾ 3യുടെ മൾട്ടിപ്ലൈ ആയിട്ട് 27 വരുന്നുണ്ടോ എന്നെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. 3യുടെ മൾട്ടിപ്ലൈ 3 into ഏതെങ്കിലും ഒരു നമ്പറോട് ഗുണിക്കുമ്പോൾ 27 കിട്ടുന്നുണ്ടോ? അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് 3 into 9 മക്കളെ എത്രയാ? 27 ആണ്. 3 into 9 27 ആണ്. അതുകൊണ്ട് 27നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 9 എന്ന രീതിയിലേക്കാണ്. അപ്പം മക്കളെ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള 3 എന്താണ്? 3 ഒരു പ്രൈം നമ്പർ ആണ്. പക്ഷെ 9 എന്തല്ല? പ്രൈം നമ്പർ അല്ല. 9 പ്രൈം നമ്പർ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 9നെ ചേഞ്ച് ചെയ്യാം. 9 നിങ്ങൾ നോക്കിയേ, 9 0, 2, 4, 6, 8 എന്നീ നമ്പറുകൾ ഉണ്ടോ? 9 ഇല്ല. അതുകൊണ്ട് 9 എന്തല്ല? ഈവൻ നമ്പർ അല്ല. 9 ഒരു ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് 3നെ അതുപോലെ തന്നെ എഴുതി. ഇനി 9 3ന്റെ ഏതെങ്കിലും ഒരു പട്ടികയിൽ 3നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടുമോ? കിട്ടും. പക്ഷേ 3 into 3 എത്രയാ? അത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ 27 നമുക്ക് എങ്ങനെ കിട്ടി?
കിട്ടിയടാ 3 എന്ന രീതിയിലേക്ക് കിട്ടി 3 എന്ന രീതിയിലേക്ക് കിട്ടി. ഇവിടെ ഉപയോഗിച്ച നമ്പർ ഏതാ? ഉപയോഗിച്ച പ്രൈം നമ്പർ 3 മാത്രമാണ്, 3 മാത്രമാണ്. അതായത് ഒരു പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു സംഖ്യ എഴുതാൻ വേണ്ടി പറ്റും. ഇതുപോലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ഇതുപോലുള്ള ചോദ്യങ്ങൾ വീണ്ടും പരീക്ഷയ്ക്ക് വരാം. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മാത്രം പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.